കരങ്ങളെ നീട്ടുക പ്രിയതാതാ, നടപ്പിലൻ കാലുകൾ വഴുതാതെ, കിടക്കയിൽ ഹൃദയം പതറാതെ, മരിച്ചാലും ജീവിതം തകരാതെ, മാറരുതേ മുഖം മറയ്ക്കരുതേ, തള്ളരുതെന്നെ നീ തള്ളരുതേ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 30 അതിൻ്റെ 4 മുതലുള്ള വചനഭാഗങ്ങളെ നമുക്ക് വായിക്കാം. യഹോവയുടെ വിശുദ്ധന്മാരെ അവന് സ്തുതി പാടുവീൻ, അവൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവീൻ. അവൻ്റെ കോപം ക്ഷണനേരത്തേക്കുള്ളൂ, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപ്പാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. ഞാൻ ഒരു നാളും കുലുങ്ങിപ്പോകില്ല എന്ന് എൻ്റെ സുഖകാലത്ത് ഞാൻ പറഞ്ഞു. യഹോവേ, നിന്റെ പ്രസാദത്താൽ നീ എൻ്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കി. നീ നിന്റെ മുഖത്തെ മറച്ചു, ഞാൻ ഭ്രമിച്ചുപോയി. യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, യഹോവയോട് ഞാൻ യാചിച്ചു. ഞാൻ കുഴിയിലിറങ്ങിപ്പോയാൽ എൻ്റെ രക്തം കൊണ്ട് എന്ത് ലാഭമുള്ളൂ? ധൂളി നിന്നെ സ്തുതിക്കുമോ? അത് നിന്റെ സത്യത്തെ പ്രസ്താവിക്കുമോ? യഹോവേ, കേൾക്കണമേ, എന്നോട് കരുണയുണ്ടാകണമേ. യഹോവേ, എൻ്റെ രക്ഷകനായിരിക്കണമേ. നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. എൻ്റെ രട്ട നീ അഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ എന്നേക്ക് നിനക്ക് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. വളരെ മനോഹരമായ ദൂത്. യഹോവയുടെ വിശുദ്ധന്മാരെ അവന് സ്തുതി പാടുവിൻ, അവൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവിൻ. സ്തുതിയും സ്തോത്രവും കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവമക്കളെ, നിർമ്മലമൊരു മനസ്സ്, ദൈവത്തെ സ്നേഹിക്കുന്നൊരു മനസ്സ്, ദൈവം തന്ന ഉപകാരങ്ങളെ ഓർക്കുന്ന നന്ദിയുള്ളൊരു മനസ്സുണ്ടെങ്കിൽ സ്തോത്രം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുമല്ലോ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമ്മുടെ ആദരത്തെ ദൈവം ഒരുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ്റെ കോപക്ഷണം നേരത്തേക്കുള്ളവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപ്പാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. ദൈവമേ സ്തോത്രം. 6-ാം വാക്യം പറഞ്ഞു, ഞാൻ ഒരു നാളും കുലുങ്ങിപ്പോകില്ല എന്നെൻ്റെ സുഖകാലത്ത് ഞാൻ പറഞ്ഞു. ചിലപ്പോൾ നമുക്ക് അറിയാതെയാണെങ്കിലും നമ്മൾ പറയും, അവർക്കെന്താ അങ്ങനെയൊക്കെ കടം വരാൻ കാരണം, അവർക്കെന്താ എത്ര പ്രശ്നം വരാൻ കാരണം? ഞങ്ങൾക്കാർക്കും ഇത്രയും കടബാധ്യതയില്ലല്ലോ, ഞങ്ങൾക്കാർക്കും ഇങ്ങനൊരു പ്രശ്നങ്ങളൊന്നുമില്ല, ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ദൈവമക്കളെ, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആർക്കും ഒരു ദോഷവും വന്ന് ഭവിക്കാതിരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. പക്ഷേ നമ്മുടെ സുഖകാലത്ത് നമ്മളിതൊക്കെ പറയും. നാളെ നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് നമ്മളാരും അറിയുന്നില്ലല്ലോ ദൈവമക്കളെ. ആകയാൽ ആരെയും വിധിക്കാനും ശിക്ഷിക്കാനും ഇടയാകാതെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം തന്ന ഉപകാരങ്ങൾക്ക് നന്ദി പറഞ്ഞ് ജീവിപ്പാൻ ദൈവം എല്ലാവരും ഒരുക്കട്ടെ. 7-ാം വാക്യം പറയുന്നു, യഹോവേ, നിന്റെ പ്രസാദത്താൽ നീ എൻ്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കി. നീ നിന്റെ മുഖത്തെ മറച്ചു, ഞാൻ ഭ്രമിച്ചുപോയി. ദൈവത്തിൻ്റെ മുഖം മറഞ്ഞാൽ നമ്മളൊക്കെ ജീവിച്ചിരിക്കുക ദൈവമക്കളെ. ഓ ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവിൻ്റെ മുഖം നമുക്ക് മുമ്പിൽ മറയ്ക്കരുതേ എന്നൊരു പ്രാർത്ഥന വയ്ക്കാൻ കർത്താവ് സഹായിക്കട്ടെ. യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, യഹോവയോട് ഞാൻ യാചിച്ചു. ഞാൻ കുഴയിൽ ഇറങ്ങിപ്പോയാൽ എൻ്റെ രക്തം കൊണ്ട് എന്തു ലാഭമുള്ളൂ? ധൂളി നിന്നെ സ്തുതിക്കുമോ? അത് നിന്റെ സത്യത്തെ പ്രസ്താവിക്കുമോ? ആമേൻ. സത്യമല്ല ദൈവമക്കളെ, ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വിശ്വാസത്തോടെ ചോദിക്കുന്ന ചോദ്യം. ഹല്ലേലൂയ. 10-ാം വാക്യം പറയുന്നു, യഹോവേ, കേൾക്കണമേ, എന്നോട് കരുണയുണ്ടാകണമേ. യഹോവേ, എൻ്റെ രക്ഷകനായിരിക്കണമേ. ആമേൻ. നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. സത്യമല്ല ദൈവമക്കളെ, കഴിഞ്ഞ കാല ജീവിതാനുഭവങ്ങളൊക്കെ ഓർത്താൽ എത്രമാത്രം നൊന്തുനീറിയ അനുഭവങ്ങളുണ്ടായിരുന്നു. കണ്ണുനീരിൻ്റെ താഴ്വരയിലായിരുന്നില്ലേ? ഇന്നൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇത്രത്തോളം ദൈവം നമ്മളെ സഹായിച്ചില്ലേ? ഇപ്പോഴും നോക്കിയാൽ നമ്മളിലെ പ്രശ്നം തീർന്നോ? കണ്ണുനീരിൻ്റെ അനുഭവം തീർന്നോ? എത്ര ദുഃഖങ്ങളും വേദനകളും ഒക്കെ ഓരോ ദിവസവും നമ്മളെ മാടി വിളിക്കുന്നു. നമ്മളറിയാത്ത എന്തെല്ലാം ഭാരങ്ങളാണ് നമ്മൾ വഹിക്കേണ്ടി വരുന്നത്, എന്തെല്ലാം ബാധ്യതകൾ നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്നു, എന്തെല്ലാം പ്രാരാബ്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തേടി വരുന്നു. ഇതൊക്കെ ഓർക്കുമ്പോൾ ദൈവമക്കളൊന്ന് വിശ്വസിക്കുക, വചനത്തെ ഓർക്കുക. ഇതിൻ്റെയൊക്കെ നടുവിലും നമ്മളെ പോറ്റി പുലർത്തുന്നില്ലേ ദൈവം? വചനം നമ്മളെ കേൾപ്പിക്കുന്നു, നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ട് നീ അഴിച്ചെന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. ഇന്ന് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം തന്ന കൃപ കൊണ്ട് മാത്രമേ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ അറിയാനൊരു അവസരമായിരുന്നു എല്ലാം. കഷ്ടത വന്നത് എനിക്ക് ഗുണമായിരുന്നെന്ന് പറയുവാനായിട്ടുള്ള ഏറ്റവും മനോഹരമായ അനുഭവങ്ങൾ. ദൈവത്തിന് സ്തോത്രം. നീ എൻ്റെ വിലാപത്തെ നൃത്തമാക്കി തീർത്തു.
അമ്മയെ സ്തോത്രം. കഴിഞ്ഞകാല ജീവിതാനുഭവങ്ങളെ നമ്മൾ നോക്കിയാൽ എത്രമാത്രം സങ്കടങ്ങൾ ഉണ്ട്. അതിൽ നിന്നൊക്കെ ദൈവം നമ്മളെ വിടുവിച്ചു. കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചു. നമുക്ക് സാക്ഷി പറയാനുള്ള അവസരങ്ങളുണ്ടായി. ദൈവം ജീവിക്കുന്നു എന്ന സത്യം നമ്മൾ അനുഭവത്തിലൂടെ അറിയുന്നു. ഇന്നും നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയില്ലേ, കണ്ണുനീരില്ലേ, വേദനയില്ലേ? അന്നത്തെ പോലെ നമുക്കുള്ള ദുഃഖമില്ലല്ലോ. കാരണം അന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം ഇന്നും പ്രവർത്തിക്കുന്നു. കർത്താവിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു എന്ന് പറയാൻ ദൈവം ഇടയാക്കും. എൻ്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടത് തന്നെ. എൻ്റെ രട്ട് അഴിച്ചെന്നെ സന്തോഷം ഉടുപ്പിക്കുവാൻ കാരണം എന്താണ്? ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതെന്ന്. എങ്ങനെ സ്തുതിക്കാതിരിക്കും? കർത്താവ് തന്ന ഉപകാരങ്ങളൊക്കെ ഒന്ന് ഓർത്ത് നോക്കിയാൽ ആരെങ്കിലും പറയണോ? പാട്ടുപാടി സാക്ഷ്യം പറ, ഒരു സാക്ഷി പറ, പ്രാർത്ഥനയ്ക്ക് പോ, ആരാധന കൂട്, കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ ഇതൊന്നും ആരും പറയേണ്ട ദൈവമക്കളെ. ദൈവത്തിന് സ്തോത്രം. നമുക്കുണ്ടല്ലോ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയൊക്കെ. കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യാൻ ദൈവമക്കളെ പ്രത്യേക വേദിയൊന്നുമില്ല, വേദിയൊന്നും വേണമെന്നില്ല. ദൈവത്തിന് സ്തോത്രം. എരിയുന്ന തീച്ചൂളയ്ക്കകത്തും ദൈവത്തിൻ്റെ മഹത്വം കാണിച്ചു കൊടുത്ത അനുഗ്രഹിക്കപ്പെട്ട ദാസന്മാരെ നമ്മൾ ഈ സമയത്തൊന്ന് ഓർത്ത് വയ്ക്കുകയും ചെങ്കടലിനെ വിഭാഗിച്ച് അക്കരയെത്തിച്ച ദൈവത്തിൻ്റെ കൃപ മോശെ പ്രവാചകനും ജനവും കണ്ടില്ലേ? തളർന്നു പോകാമായിരുന്നു, വീണു പോകാമായിരുന്നു. അന്ന് പ്രവർത്തിച്ച ദൈവം നമുക്ക് വേണ്ടി ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്, ഇന്നും പ്രവർത്തിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇപ്പോഴും സ്തുതി പാടണ്ടേ, ദൈവത്തെ മഹത്വപ്പെടുത്തണ്ടേ? ദൈവം തന്ന ഉപകാരങ്ങളൊക്കെ ഓർക്കുന്നൊരു മനസ്സുണ്ടെങ്കിൽ എവിടെയും സാക്ഷി പറയാം, എവിടെയും പറയാം. ഞാൻ ഈ സമയത്ത് ഓർക്കുന്നുണ്ട്, ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നത് കാഞ്ഞിരപ്പള്ളി സെൻറ് തോമസ് കോളേജിൽ തന്നെയായിരുന്നു. ആ സമയത്തൊക്കെ എനിക്ക് ബ്ലീഡിങ് എന്ന രോഗം വളരെ കൂടുതലായിട്ടുണ്ടായിരുന്നു. ഒരു പീരീഡൊക്കെ ഞാൻ ക്ലാസ്സിലിരുന്നിട്ട് പിന്നെ ഞാൻ ക്ലാസ് കട്ട് ചെയ്ത് അധ്യാപകരോട് പോലും ചോദിക്കാതെ ഇറങ്ങിപ്പോരേണ്ട ഒരുപാട് ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഒത്തിരി സങ്കടങ്ങൾ എനിക്കുണ്ട്. തുറന്നു പറയാൻ പറ്റാത്ത രോഗവും. എൻ്റെ ആ ചെറിയ പ്രായത്തിൽ 12 വയസ്സ് മുതൽ തുടങ്ങിയ രോഗാവസ്ഥ. പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് പഠിക്കാൻ പോയതാണ്. പക്ഷേ എൻ്റെ ഒരു പീരീഡ് ഞാൻ ക്ലാസ്സിലിരുന്നിട്ട് അടുത്ത പീരീഡ് ആകുന്നതിന് മുമ്പ് ഞാൻ ക്ലാസ് കട്ട് ചെയ്ത് ഇറങ്ങിപ്പോകേണ്ട അനുഭവം വന്നിട്ടുണ്ട്. ബസ്സിലൊക്കെ ആണെങ്കിലും എന്നെ ആരും കാണരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. നല്ലൊരു വഴിയെ എനിക്ക് പോരാൻ പറ്റത്തില്ലാതെ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരല്പം നടന്നു വരണം. കാട്ടിലൂടെ ഒരു വഴിയുണ്ടാക്കി ഞാൻ എൻ്റെ വീട്ടിൽ കയറി വരുന്ന അനുഭവം ഉണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കരഞ്ഞിറങ്ങിയൊരു കോളേജ്. പിന്നെ എൻ്റെ രണ്ടാമത്തെ മകൻ അവിടെ BA പഠിക്കുമ്പോൾ PTA മീറ്റിങ്ങിന് വിളിക്കുന്ന സമയത്ത് ഞാനും കണ്ണെല്ലാം ഇടവന്നു. അന്ന് PTA മീറ്റിങ്ങിൻ്റെ ഇടയിൽ എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകയെ ഞാൻ അവിടെ കണ്ടു. എൻ്റെ രണ്ടാമത്തെ മോൻ്റെ HOD ആ ടീച്ചറായിരുന്നു. എനിക്ക് അവിടെ വെച്ച് ആ ടീച്ചറിനെ കാണാൻ പറ്റി. ആ ടീച്ചർ എന്നെ ഇംഗ്ലീഷ് ഡ്രാമ പഠിപ്പിച്ചാണ്. ഒന്നും സംസാരിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ആ ടീച്ചറിനെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. എങ്കിലും PTA മീറ്റിങ്ങിനിടയിൽ പേരൻസിന് സംസാരിക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ എനിക്കൊരവസരം കിട്ടിയായിരുന്നു. ഞാനും പറഞ്ഞു, ഞാനിവിടുന്ന് പഠിച്ചിറങ്ങിയതാണ്, എൻ്റെ പഠനം എങ്ങനെയായിരുന്നെന്നും ഞാൻ അവിടെ ആ സ്റ്റേജിൽ നിന്ന് പറയാനിട വന്നു. ദൈവമക്കളെ, ഒന്ന് പറയട്ടെ, യേശു കർത്താവ് എനിക്ക് തൊട്ട് സൗഖ്യം തന്ന സാക്ഷ്യം എനിക്കവിടെ പറയാൻ പറ്റി. ഞാൻ കരഞ്ഞിറങ്ങിയ കോളേജിൽ മരിച്ചിട്ടുയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷി പറയാൻ എനിക്കൊരു വേദി ഒരുക്കി തന്ന ദൈവം എത്ര വലിയവൻ. ആമേൻ. എവിടെ നിന്ന് നമ്മൾ കരഞ്ഞിറങ്ങിയിട്ടുണ്ടോ അതൊരു വേദിയാക്കി തീർക്കും ദൈവമക്കളെ. അപ്പോൾ പിന്നെ നമുക്ക് മൗനമായിരിക്കാൻ പറ്റുമോ? ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടത് തന്നെ. നന്നായിട്ട് സ്തുതി പാടാൻ ദൈവം ഇടയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ, അത്ഭുതത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും സാക്ഷ്യങ്ങളൊക്കെ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടായിരിക്കേ. കർത്താവെ, എല്ലാവർക്കും മനസ്സ് തുറന്ന് ദൈവം പ്രവർത്തിച്ച നന്മയൊന്ന് സാക്ഷീകരിക്കുവാൻ ആഗ്രഹിക്കുന്ന മക്കളെല്ലാവരും ദൈവം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവം തന്ന ഉപകാരങ്ങൾ ഓർത്തുകൊണ്ട് കരഞ്ഞിറങ്ങിയ ഏത് സ്റ്റേജാണോ അവിടെ നിൻ്റെ മക്കള് കർത്താവെ നല്ലൊരു സാക്ഷിക്കായി ഒരുങ്ങുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ കർത്താവെ അവിടുന്ന് ദൈവം കൊടുക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയോടെ സ്തോത്രം. ഈ സാക്ഷ്യത്തിലൂടെ കർത്താവെ എല്ലാവർക്കും എന്തിനാ കർത്താവിനെ മഹത്വപ്പെടുത്താൻ ഒരു പ്രചോദനമുണ്ടാകുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കുമാർ ദൈവം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവം തന്നതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ലപ്പ. എല്ലാം അവിടുത്തെ നാമമഹത്വത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. കർത്താവെ, ഏറെ സാക്ഷ്യം പറയാൻ
അടിയനേക്കാളേറെ സാക്ഷികളേറെ ഉണ്ടല്ലോപ്പാ. എല്ലാവർക്കും എൻ്റെ കർത്താവിനെ ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, സാക്ഷ്യം പറയുവാൻ താവേ തടസ്സങ്ങളെ ദൈവം എടുത്ത് മാറ്റിക്കൊണ്ട് ദൈവം അനുഗ്രഹിക്കണമേ. മഹത്വവും പുകഴ്ചയും എല്ലാം എൻ്റെ കർത്താവ് അങ്ങ് എടുക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പാ, കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.